ഞാൻ ജസ്റ്റ് ആണ് റഷ്യയിൽ വന്നത്. ഞാൻ വന്നിട്ട് ഒരു 1 month ആയി. 3 year ഓപ്പൺ വർക്ക് വിസയിലാണ് ഞാൻ വന്നത്. എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇജാസ് പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് നല്ല രീതിക്ക് പ്രോസസ്സിംഗ് ഒക്കെ നടന്നു. ഇജാസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് നല്ല രീതിയിൽ പക്കയായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കൊരു വിധത്തിൽ ഇവിടെ വന്നിട്ട് ഒരു പ്രോബ്ലംസും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ ഇജാസ് നമുക്കത് സ്മൂത്ത് ആയിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് തരും. പിന്നെ 100% ട്രസ്റ്റബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം ഇജാസിനെ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വന്ന സജിതയാണ്. എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഇജാസാണ് ശരിയാക്കിയത്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ പേപ്പേഴ്സും അതുപോലെ തന്നെ ജോലിയും അക്കോമഡേഷനും എല്ലാം ഇജാസിൻ്റെ സൈഡിൽ നിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. ആരും എനിക്ക് എന്നെ വിശ്വസിച്ചിട്ട് റഷ്യയിൽ വരണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നതാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിട്ട് ബിസിനസ് ചെയ്യുക, അവരായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ആരും ഞാൻ റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ആരും ഞാൻ വഴി വരണമെന്നും ഞാൻ ആരോടും റിക്വസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എൻ്റെ സത്യസന്ധത എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് എനിക്കിത് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ആൾക്കാർ എനിക്കെതിരെ മോശമായ കാര്യങ്ങൾ പറയുന്നത് കാരണം മാത്രമാണ് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയും ഞാൻ നിങ്ങൾക്കൊരു 2 സ്ത്രീകളുടെ വോയിസ് ക്ലിപ്പും കൂടി കേൾപ്പിച്ചു തരാം. എൻ്റെ സ്ത്രീകൾ ഇതായിട്ട് നമ്മൾ ഇതായിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയണ്ട. അപ്പോൾ റഷ്യയിൽ വന്ന സ്ത്രീകളുടെ വോയിസ് ക്ലിപ്പും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വളരെ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളൻ, ഒരു ഫ്രോഡ് ജുബി എന്ന് പറഞ്ഞവൻ എനിക്കെതിരെ എന്നെ മാത്രം ടാർഗറ്റ്. കാരണം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള ഒരാളെ ഡിമോട്ടിവേഷൻ ചെയ്ത് ഒരാളെ എന്താ ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യാൻ അങ്ങനെയുള്ള വീഡിയോസ് പോയിട്ട് എല്ലാവരും കാണും. കാരണം ഒരുത്തനെ എങ്ങനെ തകർക്കാം, അവൻ അവൻ സത്യസന്ധനാണോ, ആ വീഡിയോ അത് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് പോയിട്ട് എല്ലാവരും കാണും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസൊന്നും ആർക്കും അത് കാണാനില്ല. അപ്പം ജഗതിൻ്റെ ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഞാനിവിടെ അവിടെ നിന്ന് എടുത്ത് കളയുന്നതല്ലോ കണ്ടുള്ളൂ, അല്ലാതെ അവിടെ കൊണ്ടിടുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ എന്നുള്ളത് ജഗതിൻ്റെ ഒരു പടത്തിൽ പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഇവിടെ വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് ആർക്കും പിടിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും ഞാൻ വഴി റഷ്യയിൽ വരണമെന്ന് ആരോടും ഞാൻ പറയുന്നില്ല. എന്നെ വിശ്വസിച്ച് ആരും വരണമെന്ന് ഞാൻ ആരും നിർബന്ധിച്ചിട്ട് പോലുമില്ല. ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ വഴി നിങ്ങൾ റഷ്യയിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അവർക്കറിയാം ആരാണ് ജെന്യുവിൻ, ആരാണ് ഉഡായിപ്പ് എന്നുള്ളത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോയുമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ ടോപ്പിക്കായിട്ട് അത് കണ്ടൻ്റായിട്ട് ഇടുന്ന ചില നായിൻ്റെ മക്കൾ, നമ്മുടെ എന്താ പറയുക, അവൻ്റെ പേരൊന്നും പറയണ്ട, അവനെ കള്ള ഫ്രോഡ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഇപ്പോൾ റഷ്യയിൽ വന്നിട്ട് ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധം 2017-2016 തോന്നുന്നു വന്നിട്ടുള്ളത്, ഒരു ഡോക്യുമെൻറ്റുകളും അവൻ്റെത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാതെ വെറുതെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരായാലും. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും. കാരണം വിത്ത് എവിഡൻസ്, അതായത് ഞാൻ കൊണ്ടുവന്ന ആളുകളുടെ ലിസ്റ്റ് അവൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഒരു CID മൂസൻ്റെ ഒരു പടത്തിൽ പറയുന്നുണ്ട്, അതായത് പട്ടിയുടെ മറ്റേ ഒരു മെനു ഉണ്ടല്ലോ, മെനു തയ്യാറാക്കുന്ന പോലെ അവൻ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മെഡിസിനോ എന്തൊക്കെ മെഡിസിൻ അവൻ കഴിക്കണം, അവൻ മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയാണ്, തലക്ക് സുഖമില്ലാത്ത ഒരാളാണ്. ഏതൊക്കെ മെഡിസിൻ്റെ ലിസ്റ്റാണ് അവൻ തയ്യാറാക്കുന്നുള്ളത് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള കാരണം, ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പം
എന്നെ വിശ്വസിച്ച് വരുന്നവരും എന്നെ വിശ്വാസമുള്ളവരും മാത്രം വന്ന്, അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ച് റഷ്യയിലേക്ക് വരണമെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ വരണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം. കാരണം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. അത് ഞാൻ എനിക്കത് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ എന്നെ വിശ്വസിച്ച് വരുന്നവർ മാത്രം റഷ്യയിലേക്ക് വരിക. കാരണം അങ്ങനെയുള്ള പറഞ്ഞാൽ ഞാൻ കൺവിൻസ് ചെയ്ത് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാരണം ഇതിപ്പം ഇതിന് ഇങ്ങനെ ഇട്ട് ഒരാളെ ഇങ്ങനെ ഇതാക്കുകയാണ്. അതായത് അവനെ ഇട്ട് എന്താ പറയുക, അവൻ്റെ ശമൻ്റെ നെല്ലിപ്പൊതി അളക്കുകയാണ്. ചില ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരു നരഭോജിയായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിനെ നരഭോജി എന്നല്ല, നരഭോജിനേക്കാളും വലിയൊരു പദം ഉണ്ടെങ്കിൽ അത് കൂടി വിശേഷിപ്പിക്കാവുന്ന ഒരു ചക്കപ്പല്ലുള്ള ഒരു കൊരങ്ങനെ പോലുള്ള ഒരു നായാട്ടിന് പോയ ഒരു നായിൻ്റെ സ്വഭാവമുള്ള ഒരു മൈരൻ എന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അപ്പോൾ എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജോലി ആക്കി കൊടുക്കുക, അവർക്ക് ജോലി അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആദ്യത്തെ 3 മാസത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക, പിന്നെ അവരൊക്കെ ഒരു ബേസിക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അതായത് കമ്പനിയായിട്ട് കയറ്റി കൊടുത്ത് കമ്പനീൻ്റെ ഗബൂറിലാക്കി ഇതാക്കിയിട്ട് ഇപ്പം അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനുശേഷം എനിക്ക് യാതൊരു ഒരാളെ ലൈഫ് ടൈം ലോങ് റെസ്പോൺസിബിലിറ്റി ഒന്നും ഒരിക്കലും ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ ഇങ്ങനെ ചിലക്കുമ്പോൾ നീയൊക്കെ കുരച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഒരു കുരക്കുന്ന പട്ടിയാണ് നീ. പിന്നെ പട്ടി എന്ന് വിശേഷിച്ച പട്ടികൾക്ക് പോലും അപമാനമാണ്. കുരക്കുന്ന ഒരു നായി എന്ന് പോലും നിന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും. ആ ഒരു പദം പോലും നിനക്ക് സൂട്ടബിൾ അല്ല. പക്ഷേ നീ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടല്ലോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ എന്നെ ടാർഗറ്റ് ചെയ്തത്? നിന്നോട് ഞാൻ വെല്ലുവിളിച്ചില്ലടാ കള്ള. നിന്റെ ഡോക്യുമെൻറ്റുകൾ എന്തുകൊണ്ട് നീ എടുത്ത് കാണിക്കുന്നില്ല? നീ പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് നീ പ്രദർശിപ്പിക്കുന്നില്ല? അതൊന്നും നീ കാണിക്കത്തില്ല. നീ കള്ളനാണെന്നുള്ളവർ, നീ എന്താ എനിക്ക് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാം. കാരണം എന്നെ അത്രയും മോശമായ രീതിയിൽ അവൻ ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ ആയിട്ട് അവൻ്റെ അണ്ടി മിസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവനോട് അത്രയും ദേഷ്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഈ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഇടേണ്ട ആവശ്യം? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? എടാ കള്ള, നീ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നീ എന്തെങ്കിലും ഒരു ഷോപ്പിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നീൻ്റെ ഒരു സാധനം നീ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. നീ ഒരു മസാജിസ്റ്റ് അല്ലേ? നീ ഒരു മസാജ് ചെയ്യുന്നവനല്ലേ? നീ ഏതുതരം മസാജ്, എറോട്ടിക് മസാജാണോ എന്തെങ്കിലും മസാജ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നീ ഈ മസാജ് നീ വെറുതെ ചെയ്ത് കൊടുക്കുമോ? അപ്പോൾ നീ അതിനനുസരിച്ചിട്ടുള്ള പൈസ നീ വാങ്ങുന്നില്ല. നീ ഫ്രീ ആയിട്ടാണോ ഈ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്? നീ പൈസ വാങ്ങുന്നില്ലേ? എടാ, ഒരാൾ ഒരു സർവീസ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു എമൗണ്ട് സർവീസ് ചാർജായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു മനുഷ്യനെ കൊണ്ടുവരുമ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നിനക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ, കുശുമ്പ്, ഇതൊക്കെ ശരീരത്തിൽ തളച്ച് പുറത്തേക്ക് പൊട്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവനെക്കുറിച്ച് കുറ്റം പറയാൻ മാത്രമായിട്ട് നിൻ്റെ വായ തുറക്കുന്നത്. പിന്നെ നിൻ്റെ മത്സ്യ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പോയിട്ട് അവിടെ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയ കായലുണ്ട്. അവിടെ പോയിട്ട് കുറേ ചെറിയ മീനുകളെ പിടിക്കും. കുറച്ച് മീനുകളെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കണ്ടൻ്റ് ഒന്നുമില്ല. പിന്നെ കണ്ടന്റ് കിട്ടാനായിട്ട് എൻ്റെ വീഡിയോ ഇടും. ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. ഈ പ്രാന്തനാണ്. ജോലിക്കൊന്നും പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് ജോലിയാണ് ഇവൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ജോലിക്ക് കറക്റ്റ് പോകുന്നുണ്ട്. ഇത് മാത്രമാണ് ഇവൻ്റെ പരിപാടി. ഒരാളെക്കുറിച്ച് മോശമായും സമൂഹത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കുക. അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടൊന്നും റഷ്യയിൽ കൊണ്ടുവന്നിട്ടില്ല മോനെ. ആൾക്കാർ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ആരെയും നിർബന്ധിച്ച് ഇങ്ങോട്ട് വരണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വരാൻ താല്പര്യമുള്ളവർ, അവർക്ക് ഒരു സർവീസ് ചാർജ് ഉണ്ടാവും. ആ സർവീസ് ചാർജ് കൊടുത്ത് വരിക. വരാൻ താല്പര്യമില്ലാത്തവർ വരണ്ട. അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ചോ പിടിച്ചു വലിച്ചോ റഷ്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് നീ മനസ്സിലാക്കുക. അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത്, എടാ, ചെറ്റത്തരം പറയാതെ ഇല്ല കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇല്ലാത്ത ഫേക്ക് പ്രൊഫൈലും ഫേക്കായിട്ടുള്ള ഇതൊക്കെ എടുത്തിട്ട് ആളുകളെ മുമ്പിൽ കാണിച്ചിട്ട് നീ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് ആളുകളുടെ മുമ്പിൽ നീ ചിത്രീകരിക്കുന്ന സമയത്ത് നീ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള വിസകളിലൊക്കെ വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു പോയി വീണ്ടും വന്നിട്ടുണ്ട്, വീണ്ടും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ റഷ്യയിലുള്ള വിസ കൊടുക്കുന്ന ഗവൺമെൻറ്, അതായത് റസറേഷ്യ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമെന്ന് അറിയത്തില്ല, ഒരു ഗവൺമെൻറ് ഒരു ഇന്നസ്ത്രാന ഗ്രാസ്ദാനും ഇൻ്റർനാഷണൽ സിറ്റിസനും റഷ്യൻ വിസ കൊടുക്കണമെങ്കിൽ റസറേഷ്യ എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഗബൂറിനും പ്രിഗലേഷനിക്കും വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ തലക്ക് സുഖമില്ലാത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്തവനെ നിന്നോട് ഞാൻ പറഞ്ഞുതരാം, ഈ റസറേഷ്യൊന്നും വെറുതെ കിട്ടത്തില്ല. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റസറേഷ്യ കിട്ടത്തുള്ളൂ. അതായത് ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വേണ്ടി റഷ്യയിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിസ കിട്ടുന്നത്. അപ്പം തലച്ചോറില്ലാത്ത നിന്നോട് കളിമണ്ണുള്ള തലക്കകത്ത് കളിമണ്ണുള്ള നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നീ എത്ര പ്രചരിപ്പിച്ചു കഴിഞ്ഞാലും ബുദ്ധിയും വിവരമുള്ള ആൾക്കാരാണെങ്കിൽ അവരത് മനസ്സിലാക്കും. അങ്ങനെ നിന്നെപ്പോലെ ബുദ്ധിയും വിവരമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് നിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിഷയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ പിന്നെ കാര്യങ്ങൾ മനസ്സിലായി, അവരൊക്കെ എൻ്റെ അടുത്ത് വീണ്ടും തിരിച്ചു വന്നു. ഞാൻ അത് ഒരാൾക്കാരുടെ പേപ്പറും പിന്നെ തിരിച്ചെടുത്തിട്ടില്ല. എനിക്ക് വേണ്ട. ഒരിക്കലും ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. അതുകൊണ്ട് നീ എത്ര കാരണം നീ പറയുന്നതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വിസ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇല്ലത് പറയാമല്ലോ. അപ്പം നിൻ്റെ കള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു കള്ളനാണ്. എടാ കള്ള, ഞാൻ എവിഡൻസ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതുപോലെ നീ എവിഡൻസ് വെച്ചിട്ട് വീഡിയോ ചെയ്യും. അതായത് എന്താണ് നീ വന്ന ഡോക്യുമെൻ്റ് ഏതാണ്, ആ ഡോക്യുമെൻ്റ് കാണിക്ക് ഫസ്റ്റ്. അതൊക്കെ കാണിച്ചിട്ട് നീ വീഡിയോ ചെയ്യും. എന്നാലേ അതിലർത്ഥം ആളുകൾ വിശ്വസിക്കുള്ളൂ. അല്ലാതെ വിത്തൗട്ട് പ്രൂഫ് ഒന്നും ആളുകൾ വിശ്വസിക്കത്തില്ല. അപ്പോൾ അതും കൂടി നീ മനസ്സിലാക്കുക. നമ്മുടെ കേരളത്തിലെ ലിറ്ററസി നമ്പർ 1 ആണ് കേരളം. അവർക്ക് ബുദ്ധിയും വിവരമുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. വെറുതെ അതുപോലെ തന്നെ മലയാളികളുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും തരത്തിൽ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ അത് വലിയ വിഷയമാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇത്രയും ആളുകൾ എനിക്കെതിരെ സപ്പോർട്ടായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവിടെ സർവീസ് അത്രയും പ്രോപ്പറും അത്രയും എക്സാക്റ്റും അത്ര ക്ലിയർ ആയിട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും മലയാളികൾ അത്രയും സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അത് നീ മനസ്സിലാക്കിക്കോ. കാരണം അവർക്കുള്ള ജോലിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു റഷ്യയിൽ ഒരാൾ വരുന്നതിന് മുമ്പിലായിട്ട് അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല കൊണ്ടുവരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ ഇത്ര മുതൽ ശമ്പളം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് വരരുത്. അടിച്ചു പൊളിക്കാനല്ല വരുന്നത്. നിങ്ങൾക്ക് ലീവ് കിട്ടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ ചെയ്യാം. അല്ലാതെ ജോലി ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സ് നല്ല ഹാർഡായിട്ട് വരിക. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക്, അല്ലാതെ ഒരുത്തരം കൊണ്ടുപോയിട്ട് ഫസ്റ്റ് തന്നെ നീ പറയുന്നുണ്ടല്ലോ, വീഡിയോ ലോങ്ങായി പോകുന്നുണ്ട്, നീ പറയുന്നുണ്ടല്ലോ, അതായത് ഒരു അടിമകളെ പോലെ പോയിട്ട് ഒരു വെയർ ഹൗസുകളിലും അതായത് റെസ്റ്റോറൻറ്റുകളിലും ഫാബ്രിക്സിലും കൊണ്ടുവിടുന്നു. എടാ അടിമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തലക്ക് സുഖമില്ലാത്ത മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവനെ ഒരാളെ അടിച്ചും തൊഴിച്ചും ജോലി അവന് ശമ്പളം കൊടുക്കാതെ അവനെ 2, 3, 4 മാസം പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അടിമ എന്നുള്ളത്. അല്ലാതെ ഇവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ ഇരിക്കാം, നീ എനിക്ക് പൈസ തരോ? ഞാൻ എന്നോട് ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് വെറുതെ ഇരിക്കാം, നീ എനിക്ക് പൈസ തരോ? ജോലി ചെയ്യേണ്ടി വരും. റഷ്യയിൽ വരുന്നവർ ജോലി ചെയ്യേണ്ടി വരും. 100% ജോലി അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങോട്ട് വരണ്ട. ഇവിടെ നല്ല ഹാർഡ് വർക്കാണ്. നമ്മുടെ നാട്ടിലില്ല പോലെ സംഭവമൊന്നുമല്ല. ഒരു 10 മണിക്ക് ചായ, പിന്നെ 11 മണിക്ക് ഒരു പൊറോട്ട, പിന്നെ കടലക്കറി, പിന്നെ 12 മണിക്ക് നിൻ്റെ നാട്ടിലുള്ള പോലൊന്നുമല്ല ഇവിടുത്തെ സംഭവം. ഇവിടെ ടാർഗറ്റ് വെച്ചാണ് പണി. അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഉണ്ടാവും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ മാത്രം റഷ്യയിൽ വന്നാൽ മതി. അല്ലാതെ ഇത് നരകപ്പണിയൊന്നുമല്ല. ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് സംഭവം. നമ്മുടെ നാട്ടിലെ പോലെ അടിച്ചു പൊളിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റും. അതെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ആളുകൾ റഷ്യയിലേക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തുകൊണ്ട് യാതൊരു രീതിയിലും എവിടെയും ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് അറിയാം നിന്നെപ്പോലത്തെ മന്ദബുദ്ധിയല്ല മറ്റുള്ള ആളുകളൊക്കെ. അപ്പോൾ നിനക്ക് തലക്ക് സുഖമില്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നീ ലിസ്റ്റ് തയ്യാറാക്കി നിൻ്റെ മെഡിസിൻ്റെ, എന്നിട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള
കള്ളന്മാരെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.